മാർച്ച് 20 വ്യാഴാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ നേട്ടമുണ്ടാക്കാം. അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ നോക്കാം. ബുധനാഴ്ച ഓഹരി വിപണി സൂചികകൾ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വ്യാഴാഴ്ച ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അനലിസ്റ്റ് വിശകലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച നിഫ്റ്റി 50 സൂചിക 0.32%, സെൻസെക്സ് 0.20% എന്നിങ്ങനെ ഉയരത്തിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 2% നേട്ടമുണ്ടാക്കി. ഇവിടെ മാർച്ച് 20 വ്യാഴാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ നോക്കാം. നിഫ്റ്റി വിശകലനം. ചൊവ്വാഴ്ച മികച്ച ബ്രേക്ക്ഔട്ട് നടത്തിയതിനു ശേഷം ബുധനാഴ്ചയും നിഫ്റ്റിയിൽ അപ് ട്രെൻഡ് പ്രകടമായി. HDFC സെക്യൂരിറ്റീസ് സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറഞ്ഞു. ബുധനാഴ്ച ഇൻട്രാഡേ അടിസ്ഥാനത്തിൽ ചെറിയ കൺസോൾട്ടേഷൻ മാത്രമാണ് നടന്നത്. പ്രതിദിന ചാർട്ടിൽ ചെറിയ ഒരു പോസിറ്റീവ് കാർഡിൽ രൂപീകരണമാണ് നടന്നത്. വിശാല വിപണികളിൽ അടക്കം ശക്തമായ ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കുന്നു. നിഫ്റ്റിക്ക് 23,000, 23,100 നിലവാരങ്ങളിലാണ് പ്രതിരോധമുള്ളത്. തൊട്ടടുത്ത പിന്തുണ 22,800, 22,750 ലെവലുകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 19 വിപണി നോക്കാം. മാർച്ച് 19 BSE സെൻസസ് 147.79 പോയിന്റുകൾ ഉയർന്ന് 75,449.05 പോയിന്റുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 സൂചിക 73.30 പോയിന്റുകൾ കയറി 22,907.60 പോയിന്റുകളിലെത്തി. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 388.10 പോയിന്റുകൾ ഉയർന്ന് 49,702.60 പോയിന്റുകളിൽ ക്ലോസിംഗ് നടത്തി. ഇന്ത്യ വിക്സ് 0.66% ഉയർന്ന് 13.30 എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ ലാഭം നേടിയ 10 ഓഹരികൾ ഏതാണെന്ന് നോക്കാം നമുക്ക്. കൂടുതൽ ലാഭം നേടിയ ഓഹരികളിൽ PB ഫിൻടെക്, മാക്സ് ഹെൽത്ത് കെയർ, ഹെൻകോ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ക്യാംസ്, BSE, ഡിറ്റാഗഡ്സ് വാഗൺസ്, ഏഞ്ചൽ വൺ, മാക്രോടെക് ഡെവലപ്പേഴ്സ്, പൂനാവാല ഫിൻകോപ്പ് എന്നിവയാണുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ നഷ്ടം നേടിയ 10 ഓഹരികൾ നോക്കാം. കൂടുതൽ നഷ്ടം നേടിയ 10 ഓഹരികൾ ഫോനിക്സ് മിൽക്ക്, ടെക് മഹീന്ദ്ര, LTI മൈട്രി, TSS, ITC, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഇൻഫോസിസ്, FSN ഇ-കൊമേഴ്സ്, നൈക്ക, ബ്രിട്ടാനിക്ക, നൽക്കോ എന്നിവയാണ്. മാർക്കറ്റ് ഡാറ്റ അനലിസ്റ്റ് നോക്കാം. മാർച്ച് 19 ബുധനാഴ്ച നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആകെ 2,990 ഓഹരികൾ ട്രേഡ് ചെയ്യപ്പെട്ടു. ഇവയിൽ 2,345 ഓഹരികൾ നേട്ടത്തിലും 568 ഓഹരികൾ നഷ്ടത്തിലും വ്യാപാരം ക്ലോസ് ചെയ്തു. 77 ഓഹരികളുടെ വില മാറ്റമില്ലാതെ നിന്നു. 244 ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലെത്തിയപ്പോൾ 43 ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലെത്തി. ഈ ആഴ്ചയിലെ ഏറ്റവും ഉയരത്തിലുള്ള സ്റ്റോക്കുകൾ മുത്തൂറ്റ് ഫിനാൻസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ചമ്പൽ ഫെർട്ടിലൈസേഷൻ, കോണമണ്ഡൽ ഇന്റർനാഷണൽ, ബജാജ് ഫിനാൻസ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ്. അതുപോലെ തന്നെ ഏറ്റവും വീക്ക് ലോ കാണുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. മാർച്ച് 19 ബുധനാഴ്ച നിഫ്റ്റി 500 സൂചികയിലെ ഓഹരികളിലൊന്നും 52 ആഴ്ചകളെ താഴ്ന്ന നിലവാരങ്ങളിൽ എത്തിയിട്ടില്ല. നിഫ്റ്റിയിലെ സെക്ടറുകൾ. നിഫ്റ്റി IT, FMCG എന്നിവയൊഴികെ മറ്റെല്ലാ സെക്ടറുകളും ബുധനാഴ്ച നേട്ടത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾക്ക് രൂപ നോക്കാം. ഡോളറിനെതിരെ വിനിമയ മൂല്യത്തിൽ രൂപ 0.19% ഉയർന്ന് 86.34 എന്ന നിലവാരത്തിലാണുള്ളത്. വിദേശ നിക്ഷേപകർ. മാർച്ച് 18 വരെ ഈ മാസം വിദേശ നിക്ഷേപകർ ആകെ 24,256.74 കോടി രൂപയുടെ ഓഹരികൾ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപകർ 34,479.11 കോടിയുടെ ഓഹരികൾ അറ്റ വാങ്ങൽ നടത്തിയിട്ടുണ്ട്. ഡിസ്ക്ലെയിമർ. ഇവിടെ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ വ്യാപാര നിർദ്ദേശങ്ങളല്ല, ലഭ്യമായ വിവരങ്ങളാണ്. നിക്ഷേപകർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തീരുമാനങ്ങൾ എടുക്കുക.